ഹായ് ഡിയേഴ്സ്, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഗ്രീൻ പീസും അതുപോലെ തന്നെ എഗ്ഗൊക്കെ വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയുണ്ടായിരിക്കും ഇത് ഉണ്ടാക്കാനായിട്ട്. നമ്മുടെ ബീച്ചിൻ്റെ സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത് എഗ്ഗും അതുപോലെ തന്നെ ഗ്രീൻ പീസാണ് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഗ്രീൻ പീസ് കുറച്ച് സമയം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുക. ഇനി ഇത് കുക്കറിലിട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി വേറൊരു പോട്ട് എടുത്തിട്ട് അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കറി ലീവ്സ് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം പിന്നെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഒനിയൻ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വഴന്ന് വരുന്ന സമയത്ത് 1-2 പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ മസാലപ്പൊടികളായിട്ട് ആഡ് ചെയ്തെടുക്കുന്നത് 1/4 ടീസ്പൂണോളം ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ മസാലപ്പൊടികളൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഗ്രീൻ പീസ് അധികം വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് 2 എഗ്ഗും കൂടെ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ആവണ തരത്തിലൊന്ന് ചിക്കി എടുക്കണം കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിനു ശേഷം ഇതിന് മുകളിലായിട്ട് കുറച്ച് ഒനിയനും ടൊമാറ്റോയും അതുപോലെ തന്നെ മല്ലിച്ചപ്പും കൂടി ചെറുതായി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. അപ്പോൾ ഇത്രയുള്ളൂ. ഈവനിങ് ടൈമിലൊക്കെ നല്ല കട്ടൻ ചായയും കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്കാണ്. അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വട്ടെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇൻഷാ അല്ലാഹ് ഇതുപോലെ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. അസ്സലാമു അലൈക്കും.